പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എടാ 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 കണ്ണാടി ഊരി വെക്കടാ. ഓ സോറി, ഗ്ലാസ് വീഡിയോ. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം വീഡിയോ എന്നാന്ന് വെച്ചാ അപ്പൊ അത് തന്നെ നമ്മൾ തമ്പ്ലൈനെ കാണിച്ച പോലെ നമ്മൾ GTA 5 മൊബൈലിൽ കളിക്കാണ്ടി പോവാണ്. അപ്പൊ ഓർക്കും GTA 5 എങ്ങനെയാ ബ്രോ മൊബൈലിൽ കളിക്കുന്നതെന്ന്. പക്ഷെ അത് നമുക്ക് കളിക്കാണ്ടി പറ്റും. ഒരു തവണ ഞാൻ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചിരിക്കും മൊബൈലിൽ. ഈ GTA 5 കാര്യങ്ങൾ കളിക്കണമെങ്കിൽ ഒരു ആപ്പും കാര്യങ്ങളും നിങ്ങൾ കയറ്റണം. ആപ്പ് എന്ന് പറഞ്ഞ ഒരു ക്ലൗഡ് ഗെയിമിംഗ് ആപ്പാണ്. അപ്പൊ നമുക്ക് PC-യിലും കാര്യങ്ങളിലും ഒക്കെ കളിക്കുന്ന ഗെയിംസും കാര്യങ്ങളും ഇതുവഴി നമുക്ക് കളിക്കാണ്ടി പറ്റും. ആ ആപ്പിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അത് മറന്നുപോയല്ലോ അണ്ണോ, അണ്ണ ആപ്പിന്റെ പേരെന്നെ ജിഗ്ലി. ജഗ്ലിയോ? അല്ലല്ല, ഡൗൺലോഡ് ചെയ്യൂ ജംഗ്ലി റമ്യ. അല്ലല്ല, ചിക്കി എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ ഇത് കാര്യങ്ങൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കുറഞ്ഞ MB എങ്ങാണ്ടേ ഉള്ളൂ ഇതിന്. അപ്പൊ അത് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് PC കളിക്കുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അതിൽ കളിക്കാം. അപ്പം ഫ്രീ ആയിട്ട് കളിക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, GTA 5 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ ഇറങ്ങിയിട്ടില്ല. കാരണം അതൊരു PC ഗെയിംസ് ആണ്. ഇപ്പൊ നമ്മുടെ മൊബൈലിൽ കളിക്കാണ്ട് ഇപ്പൊ GTA തന്നെ സാൻ ആൻഡ്രിയാസ്, വൈസിറ്റി, ലിബേർട്ട് സിറ്റി, ഇതൊക്കെ നമുക്ക് ചിലതൊക്കെ കാശ് പെയ്ഡ് ആണ്. ആ പെയ്ഡ് അത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. പിന്നെന്ന് പറയുന്നത് വേറൊരു ഗെയിമും കാര്യങ്ങളും അപ്പം അതൊക്കെ ഉണ്ട്. പിന്നെ GTA 5 എന്തായാലും ഞാൻ നോക്കിയിട്ട് മൊബൈലിൽ അങ്ങനെ നമുക്ക് കളിക്കാം. കാരണം നമ്മൾ ഇപ്പൊ ഫ്രീ ഫയർ ആണല്ലോ PUBG ആണല്ലോ നമ്മൾ കളിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈമിൽ കയറി കളിക്കാം. അതിനകത്ത് ലിമിറ്റഡ് ടൈം ഇല്ല. ഇഷ്ടമുള്ളപ്പോൾ എന്നാ വേണേലും ഒരു മാപ്പാളും നമുക്ക് കളിക്കാം. പക്ഷെ ഇപ്പം GTA 5 നമ്മൾ കയറ്റിയാലും നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇപ്പൊ ഒരു മിഷൻ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി പാതി വഴിക്ക് നിർത്തിയിട്ട് നമ്മൾ പിന്നീട് വന്ന് ആ ഒരു മിഷന്റെ അവസാനം തൊട്ട് ഇങ്ങനെ കളിച്ചു പോകത്തില്ല. ആ ഒരു ഇതിലാണ് കളിക്കേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കളിക്കാനും അതിനകത്ത് കാര്യങ്ങൾ എടുക്കാനും ഒക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഇത് GTA ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ GTA 5 അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങും. ഒരു 2025 2026 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. ഇപ്പം GTA 6 ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് അതിന്റെ ഇത് ഡേറ്റ കാര്യങ്ങളൊക്കെ ലീക്ക് അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് GTA 6 ഒക്കെ ഇറങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ ഫോണിൽ കളിക്കാൻ GTA 5 അല്ലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഇന്ന് GTA 5 ഒരു തവണയെങ്കിലും ഞാൻ നിങ്ങളെ കൊണ്ട് ആ GTA 5 കളിപ്പിച്ചിരിക്കും മൊബൈലില്. അപ്പം ആ ഒരു ഇതോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം GTA 5 എങ്ങനെയാ കളിക്കാന്ന് വെച്ചാൽ, ചിക്കി എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അതൊരു ക്ലൗഡ് ഗെയിമിംഗ് ആപ്പാണ്. അപ്പൊ ആ ആപ്പിൽ കുറെ ഗെയിംസും കാര്യങ്ങളുണ്ട്. അപ്പൊ PC കളിക്കുന്ന ആളും ഹൈ ഗ്രാഫിക്സ് ഉള്ള ഗെയിംസും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ലോഗിൻ കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ ഗൂഗിളോ എന്നേലും വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കോയിൻസും കാര്യങ്ങളും കിട്ടും. ആ കോയിൻസിലാണ് നമ്മുടെ ഗെയിംസും കാര്യങ്ങളും ഇരിക്കുക. എന്ന് പറഞ്ഞാൽ ആ കോയിൻസ് കൊടുത്തിട്ട് നമ്മൾ ഗെയിം കളിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് അതിൽ കളിക്കാം. ഇപ്പൊ ഒരു MS ഒരു 125 അതിനകത്ത് റെഡ് കത്തിക്കുന്ന കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരും. നല്ല രീതിയിൽ ഒരു MS ഒരു 50 ഒരു 60 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നല്ല ലാഗില്ലാതെ കളിക്കാം. ഇതിനകത്ത് മെയിൻ ആയിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ നെറ്റാണ്. പിന്നെ വേറൊന്നും വേണ്ട. നല്ല നെറ്റ് ഉണ്ട്, നല്ല സുഖമായിട്ട് കളിക്കാം. നിങ്ങൾക്ക് ഒരു തവണ അതിൽ നല്ല രീതിയിൽ GTA 5 കളിക്കാണ്ടി പറ്റും. നമ്മൾ ഈ പ്ലേ സ്റ്റേഷൻ കൺട്രോളിലൊക്കെ കളിക്കുന്ന അതേ സെയിം സെറ്റിങ്സ് ആണ് ഇതിലും വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ നേരെ വീട്ടിലോട്ട് വിട്ടാലോ? അപ്പം ഫ്രണ്ട്സ്, ആദ്യമേ ഞാൻ പറയണ ചാനൽ ഇപ്പം തന്നെ സബ് ലൈക്ക് ചെയ്ത് വെക്കുക ഇതുപോലുള്ള കിടിലൻ വീഡിയോസിനായിട്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ചിക്കി ആപ്പും കാര്യങ്ങളും. അപ്പം ഈ ആപ്പും കാര്യങ്ങളും ഓൺ ആക്കി കഴിയുമ്പോഴത്തേന് ഈ പിഴച്ച നെറ്റ് ഇതാണ് കുറെ നേരം എടുക്കുമെന്ന് തോന്നുന്നു. നമുക്കൊരു ഒരു മിനിറ്റ് പെട്ടെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം കുറച്ച് ഇത് ആകുന്നുമില്ല. അപ്പം നമ്മുടെ ഇത് ആപ്പും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡെയിലി റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇതാണ് കോയിനും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ കുറച്ച് കോയിനും കാര്യങ്ങളും കിട്ടും. അപ്പം ആപ്പിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം നമുക്കിവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ആദ്യത്തേന്നൊക്കെ പറയുന്നത് ഒരു എക്സ്പ്ലോർ ആ ഒരു ഇതാണ്. അപ്പം ഇതിനകത്ത് കുറേ പേരും കാര്യങ്ങളും, പിന്നെ ഇതിനകത്ത് നമുക്ക് VIP അങ്ങനത്തെ ഒക്കെ ഒരു ഇതെടുക്കാണ്ടി പറ്റും. അപ്പം മണ്ടയിൽ VIP ഉണ്ട്, ഡിസ്കവർ എന്ന് പറഞ്ഞ അങ്ങനത്തെ 2 ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നത്. അപ്പൊ VIP കുറെ ഗെയിംസും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പുറത്തും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസും കാര്യങ്ങളും കളിക്കാം. ഈ കാണുന്ന ഈ ഒരു അയൺമാൻ GTA ഇതൊക്കെയാണ് ചില ഇംഗ്ലീഷ് അമേരിക്കൻ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇപ്പം അവര് കാര്യങ്ങളൊക്കെ കണ്ടന്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും.
ഈ കോയിനും കാര്യങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കളിക്കുന്നത്. ഇതൊരു കുറച്ചു നേരം നമുക്ക് കളിക്കാനുള്ള ഇത് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു നല്ല നെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ടിരുന്ന് നമുക്ക് കളിക്കാണ്ടി പറ്റും. അപ്പം ഇപ്പം തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയണേ, മറക്കാതെ ചാനലും കാര്യങ്ങളും സബ് ചെയ്ത് വെക്കുക. അപ്പം കൂടുതലും വീഡിയോസ് നിങ്ങളായിട്ട് ഇതുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഇതുള്ള ഗെയിംസ് ആയിട്ടുള്ള കണ്ടന്റോ അല്ലാത്തായിട്ടുള്ള ഒക്കെ കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി എത്തും. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, മൊബൈൽ പ്ലേയേഴ്സിന് വേണ്ടി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് കുറെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഇതും കാര്യങ്ങളും. ഇതിനകത്ത് പെസ് കാര്യങ്ങൾ അങ്ങനത്തെ കുറെ ഗെയിംസ് ഉണ്ട്. പെസ് ഉണ്ട്, സ്പൈഡർമാന്റെ കുറച്ച് ഗെയിംസ് ഉണ്ട്, പിന്നെ അല്ലാത്ത അല്ലറ ചില്ലറ ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒട്ടുമിക്ക ഇത് ഫോർസ ഹൊറൈസൺ അതുണ്ട്, WW2020 അത് 2K അതുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഗെയിംസും കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമും കാര്യങ്ങളും ഇത് കളിക്കാം. അപ്പം ഇത് കളിക്കുമെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊന്നും പറ്റില്ല. ഇത് ഈ ഒരു ആപ്പിനകത്ത് കയറി ആ ഒരു കോയിനും കാര്യങ്ങളും തീരുന്നവരെ ഇല്ല, ഇത്ര മിനിറ്റ് നമുക്ക് കളിക്കാണ്ടി പറ്റൂ. അപ്പം ഇവിടെ നോക്കിയാൽ കാണാം GTA 3യും GTA 4ഉം 5ഉം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. വേറെ കുറെ ഗെയിംസും ഉണ്ട്, ഫോർസ ഹൊറൈസൺ കാറിന്റെ ഗെയിം, അങ്ങനത്തെ എല്ലാ ഗെയിമും ഉണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാണ്ടി വന്നതെന്നാൽ GTA 5 നമുക്ക് കളിക്കാൻ വേണ്ടിയാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ GTA 5ഉം കാര്യങ്ങളും കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒരു തവണ നിങ്ങളുടെ ഫോണിൽ ഞാൻ GTA 5 കളിപ്പിച്ചിരിക്കും. പിന്നെ ഈ GTA 5 ഇതിൽ കളിക്കുന്നതിന് റാമോ പിന്നെ ഫോണിന്റെ പ്രോസസ്സറോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഒരു നല്ലൊരു നെറ്റ് ഉണ്ട്, നല്ല സുഖമായിട്ട് കളിക്കുക. അപ്പൊ ഇതാണ് GTA കാര്യങ്ങൾ. അപ്പൊ ഈ GTA എന്നുള്ള ഇത് ഞെക്കാണ്ട്, അപ്പം ഇത് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയി വന്നിട്ട് ഇവിടെ പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കോയിൻ വെച്ചിട്ട് ഇവിടെയാണ് കളിക്കുന്നത്, ഇവിടെയാണ് എല്ലാത്തിന്റെയും കളികളും കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അടിയിലോട്ട് നോക്കി അതിന്റെ മാനുവലും കാര്യങ്ങളും കമ്മ്യൂണിറ്റി അവരുടെ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് എന്നാണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കാര്യങ്ങൾ വേണേ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ എന്തായാലും വായിക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം. പിന്നെ നമ്മള് നേരെ ഗെയിമിനകത്തോട്ട് പോകണം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും കളിക്കാം, ഓൺലൈനായിട്ടും ഫ്രണ്ട്സുമായിട്ട് കളിക്കുക, അല്ല സിംഗിൾ ആയിട്ടും കളിക്കുക. എന്നാണ് ഒറ്റയ്ക്കും കളിക്കുക, അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കളിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും അവരിവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ആ കോയിനും കാര്യങ്ങളും വെച്ചിട്ടാണ് GTA 5 കളിക്കുന്നത്. അപ്പം നമ്മൾ നേരെ GTA 5 കളിക്കാണ്ടി പോകണം. അപ്പം ഞാനിവിടെ കുറച്ച് കോയിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം എല്ലാവരും കുറെ പേര് ഈ ഒരു ആപ്പിൽ കൂടെ കളിക്കുന്നുണ്ട്. അപ്പൊ സെർവറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഡിലേ ആകും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താലേ നമുക്കിത് കളിക്കാണ്ടി പറ്റും. അപ്പോൾ ഒരു 3 മിനിറ്റ് 2 സെക്കൻഡ് അത്രയൊക്കെ ഉള്ളൂ, എളുപ്പം ആകും. അപ്പം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ടൈമറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും ഞാൻ കോയിൻ കൊടുക്കുന്നതും പിന്നെ കുറെ ഓപ്ഷൻ അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്തില്ല കുഴപ്പമില്ല. നമുക്കിവിടെ ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ടൈമറും കാര്യങ്ങളും, അപ്പൊ ഞാൻ ഒന്നോടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനുള്ള നെറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ വേണം, പിന്നെ ആഡ്സും കാര്യങ്ങളും വരാക്കെ ക്ലോസ് ആക്കി വിട്ടാണ്ടി മതി. അപ്പം ഇവിടെ കാണിക്കുന്ന കാണാം ഒരു 7 ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ അനക്കുന്ന കണ്ടോ, ആ ഒരു സാധനം ടൈമറും കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് ആൾക്കാർ കയറുന്നതിന്റെ അത് കാണും. ഈ ചില സമയത്ത് 1000-ന് മേലെ 2000 അത്രയൊക്കെ കാണിക്കും. അതിനകത്ത് ഒരാളായിരിക്കും നമ്മള്. അതിങ്ങനെ തീരുന്നതനുസരിച്ചായിരിക്കും നമ്മൾ കയറുന്നത്. അപ്പം കുറെ പേര് ഇതിനകത്ത് കളിക്കുന്നുണ്ട് ഗെയിംസും കാര്യങ്ങളും. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം 28-27 സെക്കൻഡ് അങ്ങനെ അത് പെട്ടെന്ന് മാറും. അപ്പം ആർട്സ് വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിട്ടാണ്ടി മതി. അപ്പം പിന്നെ ഇതാണ് റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ ഇതുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്ലേ സ്റ്റേഷൻ കൺട്രോൾ, അതിന്റെ ഒരു ഫ്രണ്ട് ഭാഗം പോലെ തന്നെ. അപ്പം നമുക്ക് അവിടെ അത്യാവശ്യം കളിക്കാൻ, ഇത് ഉപയോഗിച്ച് കളിക്കാൻ അറിയാവുന്നവർക്ക് ഇതിന്റെ കൺട്രോളും കാര്യങ്ങളും അറിയാം. അപ്പം ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ളതൊക്കെയാണ്. ഇതാണ് ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമ്മുടെ മൈക്കിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. മൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ക്യാരക്ടറാണ്. അപ്പം നമ്മളൊരു വണ്ടിയും കാര്യങ്ങളും മോഷ്ടിക്കുന്നതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു മിഷൻ. അപ്പം ഇതാണ് നമ്മുടെ ഫോണിനകത്തെ കൺട്രോളും കാര്യങ്ങളും വരുന്നത്. പ്ലേ സ്റ്റേഷനിൽ കളിക്കുന്ന ഒരു ജോസ്റ്റിക്ക്, അതിൻ്റെ ഏകദേശം ഒരു കൺട്രോളും കാര്യങ്ങളാണ്. അപ്പോൾ ഈ മൊബൈൽ കളി ഇത്തിരി പാടും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. എന്ന് പറഞ്ഞാൽ GTA കളിക്കണം ഭയങ്കര ആഗ്രഹമല്ല, നിങ്ങൾക്ക് കളിക്കാം, തീർച്ചയായിട്ടും കളിക്കാം. ഇതിന് വലിയ പാടോ കാര്യങ്ങളൊന്നും ഇല്ല. അവർ തന്നെ നമുക്ക് അതാണ് മാനുവലും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ രണ്ടുപേരും ഒരു ഫ്രണ്ടാണിത്. അപ്പൊ നമ്മള് വണ്ടി എടുത്തോണ്ട് പോവാ, ഏതോ ഒരു വണ്ടി എടുത്തോണ്ട് നമ്മൾ പോവാ. അതാണ് ഫസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആളുടെ പിന്നാലെ പോകണം. അപ്പം ഫോണിൽ കളിക്കുക ഇത്തിരി പാടൊക്കെ ആയിരിക്കും, ആളുടെ പിന്നാലെ പോകണം. അല്ലെങ്കിൽ ചിലപ്പം തോറ്റു പോവും, മിഷൻ കംപ്ലീറ്റ് ആകാതെ ഫെയിൽഡ് ആയി പോവും. ആള് വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്, നമ്മളും അതിന്റെ പിന്നാലെ പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സൈഡിൽ കാണുന്ന അങ്ങനെ പിടിച്ച പോയില്ല. വേറെന്തോ ഒരു വയ്യെന്നുള്ള അതേ ഞെക്കിയാലേ വണ്ടി മൂവ് ആകത്തുള്ളൂ മുന്നോട്ട്. അല്ല, വയ്യെന്നുള്ളത് ഞെക്കിയ വെളിയിലോട്ട് ഇറങ്ങുവാണ്, സോറി. അപ്പൊ അതേ ഞെക്കിയ പോയില്ല. അപ്പൊ നമ്മൾ RT എന്നുള്ള അതേ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. മറ്റേത് പിടിച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ 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 തിരിക്കുന്ന, അതാണ് സംഭവം.
അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കുന്നുണ്ട്, മുട്ടിക്കുന്നുണ്ട്. ഞാൻ ഏതോ ഒരു വഴിയിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരിടത്ത് ഇടിച്ചു, അവിടെ ഇടിച്ചു നിന്ന്. ഇത് പുറകോട്ട് എടുക്കാനായിട്ടാണ് പറ്റുന്നില്ല. ഞാൻ ഡോറ് തുറന്ന് വെളിയിലോട്ടാണ് വരുന്നത്. അപ്പം ആ മിഷൻ കംപ്ലീറ്റ് ആകാതെ പോയിട്ടുണ്ട്. അപ്പം മിഷൻ ഫെയിൽഡ് എന്നാണ്. അപ്പം രണ്ടാമത് ഞാൻ കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും GTA 5 മൊബൈലിൽ കളിക്കാം. ഓക്കെ, മൊബൈലിൽ കളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നല്ലതാണോ GTA 5 മൊബൈലിൽ കളിക്കുക എന്നുള്ളത് നിങ്ങളിവിടെ താഴെ വന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ, ശരി എന്നാ.